ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട്ടെ മഹാശിലാ അവശിഷ്ടങ്ങളെക്കുറിച്ച് പഠനം നടത്തണമെന്ന് ചരിത്രകാരൻ ഡോക്ടർ എം.ആർ. രാഘവ വാര്യർ കോഴിക്കോട്ട് നടന്ന ചരിത്ര സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ആകാശവാണി 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു ദേശത്തിന്റെ കഥ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിൽ ചരിത്രകാരൻ ഡോക്ടർ എം.ആർ. രാഘവ വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. 2000-ഓളം വർഷം പഴക്കമുണ്ടെന്ന് സംശയിക്കുന്ന മഹാശിലാ അവശിഷ്ടങ്ങൾ കോഴിക്കോടിന്റെ ചില പ്രദേശങ്ങളിൽ നിന്നും നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ചരിത്രാതീത കാലത്തെ ഈ അവശേഷിപ്പുകൾ കൂടുതൽ കണ്ടെത്തുകയും പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യണം. ഗോവിന്ദപുരത്തിന് സമീപമുള്ള ഒല്ലൂർ ക്ഷേത്രത്തിന് സമീപം ഇത്തരത്തിൽ പുരാതന ശില കണ്ടെത്തിയിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മുൻ മേധാവി പ്രൊഫസർ എം.സി. വസിഷ്ഠം സംസാരിച്ചു. 12ാം നൂറ്റാണ്ടിൽ രണ്ടാം ചേര രാജാക്കന്മാരുടെ തിരോധാനത്തിന് ശേഷം അല്ലെങ്കിൽ തകർച്ചയ്ക്ക് ശേഷം കേരളത്തിൽ അങ്ങോളം ഉയർന്നു വന്ന നിരവധി നാടുവാഴി സ്വരൂപങ്ങളിൽ ഒന്നായ തെളിയിപ്പ് സ്വരൂപക്കാരാണ് പിന്നീട് വിദേശികൾ തേടി എത്തിയ ഈ സത്യസന്ധതയുടെ നഗരം കോഴിക്കോടിന്റെ അധിപന്മാരായി മാറിയത്. ഡമാസ്കസിൽ നിന്നും ബാഗ്ദാദിൽ നിന്നും കെയ്റോയിൽ നിന്നും മൊറോക്കോയിൽ നിന്നും മാത്രമല്ല ചീനാദേശത്തു നിന്ന് പോലുമുള്ള കപ്പലുകൾ എത്തിച്ചേർന്ന ഈ സമ്പന്ന നഗരം പിന്നീട് വൈദേശാധിപത്യത്തിന് വാതിൽ തുറക്കുകയും കടൽ കടന്നെത്തിയ കൊളോണിയലിസത്തെ കടലിൽ വെച്ച് വെല്ലുവിളിച്ച പിന്നാലിമരക്കാരുടെ പാരമ്പര്യവും നമുക്ക് പറയാനുണ്ട്. 1792 മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടതോടെ ഈ നഗരങ്ങളും ഈ പ്രദേശങ്ങളും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാവുകയും ഈ ഒരു പരമ്പരാഗത സാമൂഹ്യ വ്യവസ്ഥ ആധുനികവൽക്കരിക്കപ്പെടുന്നതിന്റെ നിരവധി ദൃഷ്ടാന്തങ്ങൾ, ഉദാഹരണങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ സുദീർഘമായ ചരിത്രമുള്ള ഈ നഗരത്തിന്റെ ചരിത്രം പുതിയ തലമുറക്ക് മുന്നിൽ എത്തിക്കാൻ ആകാശവാണി നടത്തുന്ന ശ്രമങ്ങൾ അങ്ങേയറ്റം ശ്ലാഘനീയവും. പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം അധ്യാപകരായ പ്രൊഫസർ വി ഹരിദാസ്, പ്രൊഫസർ എം.പി. മുജീബ് റഹ്മാൻ, മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ ഷെനോയ് ജസ്വന്ത് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരിക്കെതിരെ രാഷ്ട്രീയ യുവജന സംഘടനകളുടെ ഒറ്റക്കെട്ടായ